സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. നമുക്ക് ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. കേടൊന്നും വരാതെ വർഷങ്ങളോളം ഇരിക്കുന്നൊരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കിലോ മാങ്ങ വാങ്ങിയിട്ടുണ്ട്. ഞെട്ടോട് കൂടിയിട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ്, വലിയ നീളത്തിലുള്ള ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ്, ചെറിയ ഞെട്ട് കളയരുത്. ഈ ചെറിയ ഞെട്ട് കളയാതെ നമുക്കിതൊന്ന് കഴുകി തുടച്ചെടുക്കാം. അപ്പം നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കണം. അപ്പം അമ്മയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് പ്രാവശ്യം. അപ്പോൾ അത് കഴുകി തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു കുപ്പികളിലാക്കി വയ്ക്കാം. അപ്പം നല്ല ഉണങ്ങിയ കുപ്പിയാണ് ഇതിന് എടുക്കേണ്ടത്. വെയിലത്ത് വെച്ച് ഉണങ്ങിയ കുപ്പി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ പൂപ്പൽ വരും. അപ്പോൾ കുറച്ച് ഉപ്പ്, കുറച്ച് മാങ്ങ, അങ്ങനെ ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട് നിറച്ചെടുക്കണം. അപ്പോൾ ഇത് 2 കിലോ മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കിലോ ഉപ്പാണ് എടുക്കുന്നത്. 1 കിലോ മാങ്ങയ്ക്ക് 1/4 കിലോ ഉപ്പ് എന്നുള്ള കണക്കിൽ 2 കിലോ മാങ്ങയ്ക്ക് 1/2 കിലോ ഉപ്പാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് കുപ്പികളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ അതൊരു കുപ്പി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഈ സ്റ്റീലിൻ്റെ ഡവറയിൽ തന്നെയാണ് വെക്കുന്നത്. അതിന് കുഴപ്പമൊന്നും വരില്ല. സ്റ്റീലിൻ്റെ ഡവറയിൽ ഇട്ട് വെച്ചാലും മതി. നല്ല ഉണങ്ങിയ വെയിലത്ത് വെച്ച് ഉണക്കിയ സ്റ്റീലിൻ്റെ ഡവറയാണ്. അപ്പോൾ അതിൽ തന്നെ ഇട്ട് വയ്ക്കണം. ഉപ്പും മാങ്ങയും കൂടി മിക്സ് ചെയ്ത് വെക്കണം. ഇതിനി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. മാങ്ങയൊക്കെ നല്ല ചുങ്ങി വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി നമുക്കിതൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. മാങ്ങയൊക്കെ നന്നായിട്ട് ചുങ്ങി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് എടുക്കാം. ഡവറയിൽ തീട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളത്തിലാണ് അച്ചാർ തയ്യാറാക്കുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി. ഇത് കുറച്ചധികം വെള്ളമുണ്ട്. അതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം.
250 ഗ്രാം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് കായത്തിൻ്റെ പൊടി. കട്ടക്കായ ആണെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്തിപ്പോൾ കായത്തിൻ്റെ പൊടിയാണുള്ളത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 സ്പൂണ് കടുക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെ ഇവിടെ തയ്യാറാക്കിയതാണ്. കടുക് വെയിലത്ത് വെച്ച് ഒന്ന് നമ്മുടെ റോളർ കൊണ്ട് ഒന്ന് ചതച്ചെടുത്താൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഒന്നങ്ങോട്ട് അതിൻ്റെ ഭൂമി ഒന്ന് കളഞ്ഞാൽ നല്ല കടുക് പൊടി കിട്ടും നമുക്ക്. കടുക് നന്നായിട്ട് ഉണങ്ങണം. എന്നിട്ടൊന്ന് റോളർ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കടുക് പൊടി കിട്ടും. ഇനി നമുക്കതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒരു വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ചേർക്കുന്നത്. 200 ml നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടാറിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഒരിക്കലും കേടുവരില്ല. എത്ര കാലം വേണമെങ്കിലും അങ്ങനെ നിന്നോളും. അപ്പോൾ എനിക്കിത് മോനൊക്കെ വരുമ്പോൾ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്ക് യു.